ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈദ് മുബാറക്. കേരളത്തിൽ കിട്ടാവുന്ന ബിരിയാണികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ബിരിയാണിയാണ് പാലക്കാട് റാവുത്തന്മാരുടെ ബിരിയാണി. ഈ ബിരിയാണിക്കൊപ്പം മല്ലി ചട്നി, തൈര് ചട്നി, കാച്ചാറ്, മധുരത്തിനായി കുമ്പളങ്ങ മിഠായിയൊക്കെയാണ് സെർവ് ചെയ്യാറ്. ഈ ഒരു ബിരിയാണിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട്. അപ്പം അവർക്ക് വേണ്ടി 1 കിലോ അരി കൊണ്ട് എങ്ങനെയാണ് മട്ടൺ ബിരിയാണി ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതും നമ്മുടെ സാധാരണ ഗ്യാസ് അടുപ്പിൽ വെച്ചത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇപ്പം നമ്മുടെ ബിരിയാണി ചെമ്പ് നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് 1 കപ്പ് എണ്ണ ഒഴിച്ചെടുക്കാം. ഒരു കരണ്ടി നെയ്യ്, ഏകദേശം 50 ഗ്രാമോളം നെയ്യ്. സവാള ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായി വഴണ്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്തെടുക്കാം. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, പട്ട, ഏലക്ക, ഗ്രാമ്പു ചേർത്തെടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കണം. അടുപ്പിടിക്കാനെന്ന് തോന്നുകയാണെങ്കിൽ തീ കുറച്ച് വെക്കാം. അടുത്തത് ചെറിയുള്ളി ചതച്ചത്. ഏറ്റവും ലാസ്റ്റ് ഇഞ്ചി. നമ്മൾ നേരത്തെ തന്നെ ചേർത്താൽ പെട്ടെന്ന് തന്നെ അടിപ്പിടിക്കും. അപ്പോൾ ലാസ്റ്റ് വേണം ചേർക്കാനായിട്ട്. നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. ഇത് വഴറ്റിയെടുക്കുന്നതിലാണ് ഇതിൻ്റെ ടേസ്റ്റ്. അതുപോലെ തന്നെ നമ്മൾ എത്രത്തോളം വഴറ്റിയെടുക്കണോ അത്രത്തോളം ബിരിയാണി നന്നാവുകയും ചെയ്യും. പെട്ടെന്നൊന്നും കേടും വരില്ല കേട്ടോ. 2-ാമത് 3-ാമത് ദിവസം നമുക്കിത് എടുത്തു വെച്ചിട്ട് ചൂടാക്കി കഴിക്കാവുന്നതാണ്. ചൂടാക്കി കഴിക്കും തോറും ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൂടും. നല്ലപോലെ വഴറ്റിയെടുക്കാം. മസാല നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഈ മസാലയുടെ പാകം പറയുന്നത് ഇത് നല്ലപോലെ മൊരിഞ്ഞ് എണ്ണയിൽ നിന്ന് വിട്ട് വരും. ഇപ്പം അധികം നമ്മൾ ചേർക്കുമ്പോൾ ഇങ്ങനെ വേഗം അടിപ്പിടിക്കും. പക്ഷെ ഇത് നല്ലപോലെ മൊരിഞ്ഞ് എണ്ണയിൽ നിന്ന് വിട്ട് വരുന്നതാണ് മസാല നന്നായിട്ട് ആയി എന്നുള്ളതിൻ്റെ പാകം. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്തെടുക്കാം. തക്കാളി ചേർക്കുമ്പോൾ ആദ്യമൊക്കെ ഒന്ന് അടിപ്പിടിക്കും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണം. നല്ലപോലെ അത് വെന്ത് ഉടഞ്ഞ് വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എണ്ണയിൽ നിന്ന് നന്നായിട്ട് വിട്ട് വരും. അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തീ കുറച്ച് കൂട്ടി വെക്കാം. തക്കാളി ഒന്ന് പെട്ടെന്നായി കിട്ടാൻ ഞാൻ 2 മിനിറ്റ് അടച്ചു വെക്കുന്നുണ്ട്. തക്കാളി നല്ലപോലെ ഉടയണം. അതുവരെ നമുക്കിതുപോലെ വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് അടിപ്പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തീ നന്നായിട്ട് കുറച്ച് വെക്കുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ ചേർത്തെടുക്കാം. മട്ടൻ നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സമയമൊന്നും വെക്കേണ്ടി വരില്ല കേട്ടോ. ഈ മസാലയിലൊന്ന് പിടിച്ച് കിട്ടിയാൽ മതി. ഇങ്ങനെ പിടിക്കുന്നതൊക്കെ അപ്പം ചുരണ്ടി മാറ്റണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അളന്ന് വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചെടുക്കാം. അപ്പം ഇതിൻ്റെ വെള്ളമൊക്കെ എങ്ങനെയാണ് എടുക്കണമെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒന്ന് ടേസ്റ്റ് നോക്കുക. ചുവപ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ഗ്രേവിയിൽ അത്യാവശ്യം ഉപ്പ് എരിവൊക്കെ വേണം. അപ്പോഴേ നമ്മുടെ ചോറ് വെന്ത് വരുമ്പോൾ കറക്റ്റായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം. ഹൈ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇപ്പം നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്.
ഇതുപോലെ നല്ല വെട്ടി തളിക്കണം കേട്ടോ. പരം ഒരു നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വാർത്ത് വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ വെള്ളം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുത്താൽ മതിയാവും. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സമയമാണ് അടുപ്പിൻ്റെ അടുത്തു നിന്നും മാറാതെ നിൽക്കുക. കാരണം ഇത് പെട്ടെന്ന് തന്നെ ചിലപ്പോൾ വെള്ളം വറ്റാം. ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ചോറും ഇങ്ങനെ ചോറും വെള്ളമൊക്കെ ഒരേ പാകമാകുമ്പോൾ നമുക്കിത് അടുപ്പിൽ നിന്നും മാറ്റി വെക്കാം. ഇനി ദമ്മാക്കാനുള്ള സമയമാണ്. അടുപ്പിലേക്ക് ഞാൻ ഒരു ഇരുമ്പ് തവ വെച്ചുകൊടുക്കുന്നുണ്ട്. ആദ്യം നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിലാക്കാം. അതിനുശേഷം നമ്മൾ ബിരിയാണി ചമ്മതിൻ്റെ മേലേക്ക് വെക്കാം. ഇപ്പം എല്ലാവരുടെ അടുത്തും ഇതുപോലെ വലിയ ഇരുമ്പ് തവ ഉണ്ടാവണമെന്നില്ല. നിങ്ങളുടെ വീട്ടിൽ ഏതാണോ ഉള്ളത് അത് വെച്ചാലും മതിയാവും. കഴിയുന്നത് ഇരുമ്പിൻ്റെ തവ തന്നെ വെക്കുക കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ ഒന്നും ഉപയോഗിക്കരുത്. ഇനി നമുക്കിതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 1 കിലോ ബിരിയാണിക്ക് 100 ഗ്രാമാണ് കണക്ക്. ആദ്യം നമ്മൾ എണ്ണയുടെ കൂടെ 50 ഗ്രാം ചേർത്തു. പിന്നെ ഇതുപോലെ ദമ്മാക്കുമ്പോൾ 50 ഗ്രാം. മല്ലിയില വിതറി കൊടുക്കുക. മല്ലിയിലയും പുതിനയുണ്ട്, വിതറി കൊടുക്കുക. മൂടി വെക്കുക. പിന്നെ ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിൻ്റെ മേലേക്ക് വെച്ച് ദം ചെയ്തെടുക്കുക. ഒരു 15 മിനിറ്റ് ദം ചെയ്തെടുക്കുക. ഈ ഒരു സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം. 15 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ചോറൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ സൈഡിൽ നിന്ന് എടുത്തിട്ടാണ് കൊടുക്കാനായിട്ട്. ഇനി നമ്മൾ ആ മേലാക്കിയുടെ ചോറ് ഇങ്ങനെ താഴേക്കാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 15 മിനിറ്റും കൂടെ ദം ചെയ്തെടുക്കാം. ചിലപ്പോൾ 15 മിനിറ്റ് വേണ്ടി വരില്ല കേട്ടോ. 10 മിനിറ്റിൽ തന്നെ ദമ്മായി കിട്ടും. അപ്പം നമ്മൾ കൂടുതൽ സമയം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടിപിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിത് ദം ചെയ്തെടുക്കാം. ഇപ്പോൾ 15 മിനിറ്റായി. നമുക്കത് എടുത്ത് മാറ്റാം. ചോറൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ ചോറ് നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫാക്കി അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. ഞാൻ അടിയിൽ നിന്ന് വേണം ഇളക്കി കൊടുക്കാനായിട്ട് കേട്ടോ. നമുക്കിത് മൂടിയിട്ട് നമ്മൾ നേരത്തെ ദം ചെയ്ത് വെച്ചില്ലേ, ആ പാത്രം എടുത്ത് ഇതിൻ്റെ മേലെ വെച്ചിട്ട് 15 മിനിറ്റ് വെക്കുക.
അതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാൻ എടുക്കാം. ഇങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ ചോറ് ഒട്ടും അടിപ്പിടിക്കുകയില്ല, അതേപോലെ തന്നെ ആ ചൂട് കൊണ്ട് നന്നായിട്ട് പുഴുങ്ങി വേവുകയും ചെയ്യും. ഇനി നമുക്കിത് സെർവ് ചെയ്യാൻ എടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കണ്ടോ, ഒട്ടും അടിപ്പിടിച്ചിട്ടില്ല, കാണുന്നുണ്ടോ? ഒട്ടും അടിപ്പിടിക്കാതെ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. സെർവ് ചെയ്യാം. ചൂട് താഴെ പോവാത്തെടുക്കണം. സാധാരണ എൻ്റെ ബിരിയാണി പറഞ്ഞാൽ നല്ല പോലെ വെന്ത് നല്ല സോഫ്റ്റ് ആവാറുണ്ട്. അതേസമയം ഒട്ടും കുഴയാതെ ചോറ് ഒന്നിനോട് ഒന്നും ഒട്ടാതെ വിട്ടു നിൽക്കാറുണ്ട്. ഇപ്പൊ ഈ ഒരു ചോറ് പറഞ്ഞ അത്രത്തോളം സോഫ്റ്റ് ആയില്ല, മോശമായി എന്നല്ല പറയുന്നത്, അത്രത്തോളം അങ്ങോട്ട് സോഫ്റ്റ് ആയില്ല. ഇതിന്റെ ഒരു കാരണം പറഞ്ഞ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മുടെ വലിയ ചട്ടി എടുക്കാണ് കുറച്ചാണ് അരി ഇടുന്നെങ്കിൽ 1 ഗ്ലാസ് കൂടുതൽ വെള്ളം ചേർക്കണം എന്നുള്ളത്. എൻ്റെ ഒരു ചട്ടി പറഞ്ഞാൽ 1.5 കിലോ 2 കിലോ വെക്കാൻ പറ്റിയ ചട്ടിയാണ് ഞാൻ വെച്ചതാവട്ടെ, 1 കിലോ അരി. അപ്പൊ ഞാൻ 1 ഗ്ലാസ് വെള്ളം കൂടുതൽ ചേർക്കേണ്ടതായിരുന്നു, പക്ഷെ തിരക്കിൽ അത് വിട്ടുപോയി. രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ നമ്മൾ മട്ടൺ വേവിക്കാൻ അരി അളന്ന പാത്രത്തിലാണ് വെള്ളം എടുത്ത്, അപ്പൊ അരി നേരത്തെ തന്നെ കഴുകി വെള്ളം വാർത്ത് വെച്ചിരുന്നു. അതിന് നമ്മൾ ഒരുപാട് സമയം വെള്ളം വാർക്കാൻ വെക്കുമ്പോൾ വെള്ളം നന്നായിട്ട് വാർന്ന് അരി നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ടാവും. അപ്പോഴും നമ്മൾ കുറച്ച് വെള്ളം കൂടുതലായിട്ട് ചേർക്കേണ്ടി വരും. ഇപ്പൊ നമ്മൾ ഈ വെള്ളം തിളയ്ക്കുന്ന സമയത്താണ് അരി കഴുകിയെടുക്കുന്നതെങ്കിൽ അരിയിൽ ചെറുതായിട്ട് ഒരു ഈർപ്പം ഉണ്ടാവും. ആ ഈർപ്പം കൊണ്ട് അരി ഒന്ന് ചെറുതായിട്ട് കുതിരുകയും ചെയ്യും, എളുപ്പത്തിൽ വേവുകയും ചെയ്യും. മൂന്നാമത്തെ കാര്യം, ഞാനിപ്പോൾ ബിരിയാണി വെച്ചിരിക്കുന്നത് ബർക്കത്ത് എന്നുള്ള ബ്രാൻഡ് അരിയാണ്. ഈ ഒരു ടൈപ്പ് അരിക്ക് ചിലപ്പോൾ വെള്ളം കുറച്ച് കൂടുതലായിട്ട് ചേർക്കേണ്ടി വരും. അപ്പോൾ മാത്രമേ അത് കറക്റ്റായിട്ട് നല്ല മയമായിട്ട് വരുള്ളൂ. വേറെ ഒരു പ്രശ്നവും ഈ ഒരു ബിരിയാണിക്കില്ല. ഇതിൻ്റെ എരിവും ഉപ്പും കറക്റ്റാണ്, മസാല കറക്റ്റാണ്, നെയ്യിൻ്റെയോ എണ്ണയുടെയോ അതിപ്രസരം ഇല്ലാതെ നല്ല പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ടേസ്റ്റ് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ആളുകൾ ഇതേപോലെ വെച്ച് അതേപോലെ ഞാൻ പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ അടുത്ത വീഡിയോ പറയുന്നത് മട്ടൻ ഇല്ലാത്ത കായ്ച്ചാറാണ് കേട്ടോ. അപ്പൊ അതുവരെയ്ക്കും ഒരു ചെറിയ ബ്രേക്ക്. താങ്ക് യു ഫോർ വാച്ചിങ്.